എല്ലാവർക്കും ജോസ്നാസ് കിച്ചൺ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന് കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ ചെറിയൊരു തരം ഉണക്കച്ചെമ്മീൻ അങ്ങനത്തതാണ് ഉള്ളതെങ്കിൽ അതാണെങ്കിലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിടണം. എന്നിട്ട് ഞാൻ ഈ അടുത്ത ചെയ്യാൻ പോകുന്ന പോലെ ചെയ്യാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഉണക്കച്ചെമ്മീനിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഓയിലിൻ്റെ അകത്തേക്ക് നമുക്ക് ചെമ്മീനിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പകുതിയോളം ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. 2 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചെമ്മീനെല്ലാം ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിപ്പോൾ 1 പിടി കരിവേപ്പില എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്, 1/2 കപ്പ് വെളുത്തുള്ളി, 1/2 കപ്പ് കാന്താരി മുളകാണ് ഞാൻ 2ആയിട്ട് ജസ്റ്റ് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലോണം ക്രിസ്പി ആയിട്ട് വരണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ അകത്തേക്ക് ഇനി പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 ടീസ്പൂൺ എരിവുള്ളതാക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചമുളകാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ വേണമെങ്കിൽ 4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് കരിഞ്ഞു പോവാതെ നോക്കണം, കാരണം ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വിനാഗിരി ഒരു 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച ഉടനെ തന്നെ നമ്മൾ പൊരിച്ചു വച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഉണക്ക ചെമ്മീൻ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ നേരത്തെ കൂട്ടി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് പച്ചച്ചെമ്മീൻ വെച്ചിട്ടും പച്ചമീൻ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.